അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇല്ല, വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കാണ്ട്. നിങ്ങൾക്ക് അറിയാം, അധികം നിങ്ങൾക്ക് അറിയാം. ഇതാ അദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്. ഞാൻ ഇങ്ങനെ പറയണത്, നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിലും വന്ന് എന്നെ പത്രസമ്മേളനം കലക്കണ്ട. നിങ്ങള് ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത്. ഞാനല്ല, നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല, ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിക്ക്. രണ്ട് നിങ്ങള് വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവര് രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാര് വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ എന്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയാം. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. 1 രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കുന്നത് പ്ലീസ്. അങ്ങ് ഇവിടെ വന്നിരുന്ന പ്രസംഗിക്ക് വേറെ ഏതെങ്കിലും ചോദ്യം പറയും. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചേക്കാം. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിനകത്ത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നല്ലോ. ചോദിക്കും. വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലും 19-ലും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും
നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലോട്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും 8 കൊല്ലം. അല്ലെ എങ്ങനെ ഈ മണ്ണടിച്ച് മാറ്റാൻ ചെയ്തില്ലെന്നേ ആരും നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞങ്ങളല്ല, ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂര് കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്ത് പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും. അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി, ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിനെതിരെ നടപടിയെടുക്കുന്ന. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുവാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അവരുടെ ഡിമാൻഡ് ഇപ്പോൾ അങ്ങനെയല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. കാരണം ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല, അധ്യാപകരുടെ അനുപാതം വർദ്ധിച്ചാൽ അധ്യാപകരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കും. സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. മാത്രമല്ല, ഗവൺമെന്റ് സെക്ടറിലെ ചെയ്താൽ ഉടനെ ഈ എയ്ഡഡ് സെക്ടറിലെയും വരും. എയ്ഡഡ് സെക്ടറിൽ ഇതേ പ്രശ്നം വരും. എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അവിടെയും ഈ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണം എന്ന് ഞാൻ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. മന്ത്രി 3-4 പ്രാവശ്യം ചർച്ച ചെയ്തു. പക്ഷെ അവര് സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. സമരം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും. അല്ല, അതിന് മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടെല്ലാം രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു രാജിവെക്കാൻ. നേരത്തെ തന്നെ ഒരു സർക്കുലർ പോയിരുന്നു. രാജിവെച്ചില്ല. ഇപ്പൊ രാജി തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ പുറത്താ നമ്മളൊരു മര്യാദയാണ് എല്ലാവരോടും കാണിച്ചത്. എല്ലാവരും ആളുകളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരിത് വന്നു. ഇത് ഹൈക്കോടതി നമ്മുടെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷനിലും നമ്മുടെ അനുമതി ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ്. നമ്മൾ കൊടുത്തു അനുമതി. ഹൈക്കോടതിയിൽ തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ ഇപ്പോ ആ പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിയും വെച്ചു. ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല. MOU ആണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ അതാണ് ആക്ഷേപം അല്ലെ CPMന്റെ. ഇവർക്കങ്ങ് പിന്മാറിയാ പോരായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചില്ല അവരോട്. അവർക്ക് 7 മാസം 8 മാസം അവരുടെ ഒരു കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് കൊണ്ടുപോയി ചെയ്തില്ല. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാർ പിന്മാറാറില്ലല്ലോ. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചില്ല. പിണറായി വിജയൻ PMC പറഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ. ഞങ്ങൾ വന്നപ്പോഴല്ലേ അത് കറക്റ്റ് ചെയ്യുമല്ലോ. പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനം എടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ. ഇപ്പൊ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞത്.